ശ്രീ ജയ്ക്ക് ഈ ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന നിർദ്ദേശം പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കങ്ങളാണ് എന്ന വാദം കൊണ്ട് പിടിച്ചു നിൽക്കാൻ CPIഎമ്മിന് കഴിയുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു രാഷ്ട്രീയം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. ആത്യന്തികമായി CPIഎം തൃശ്ശൂരിൽ CPIയെ ബലി കൊടുക്കേണ്ടി വരും. ഇതാണ് ഞങ്ങൾ പറയുന്ന അന്തർധാര എന്ന് കെ മുരളീധരന്റെ ഒരു പ്രസ്താവന, ഒരു പരാമർശം, പ്രതികരണം ഇന്നുണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടിയും. അതിനുള്ള മറുപടിയിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് തൊട്ടു മുമ്പ് നമ്മുടെ സഹപാനലിസ്റ്റുകൾ എല്ലാവരും തന്നെ സ്വാഭാവികമായി CPIഎമ്മിനെ മുഖ്യമന്ത്രി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അവരവരുടെ ഭാഗങ്ങൾ അത്രയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മുമ്പിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനോടകം വിശദീകരിക്കപ്പെട്ടതുപോലെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതായി വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ, അവരുടെ തീർപ്പുകൾ. മറ്റൊന്നെന്താണ്? മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന BJPയുടെ വളർത്തു നായ്ക്കളായി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് മാത്രമായി ലീക്ക് ചെയ്യപ്പെട്ട് കിട്ടുന്ന പുതിയ ROC റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ വരെ അത് ROC ബാംഗ്ലൂർ ഓർ കർണാടകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഒത്തുചേരുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് പുറകിൽ ROC കൊച്ചി അല്ലെങ്കിൽ കേരളയുടെ വിവരങ്ങൾ കൂടെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ റിപ്പോർട്ടുകളുടെ ആകത്തുക എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ T വീണ അവർ നടത്തുന്ന എക്സാലോജി കമ്പനിക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ പ്രകാരം അവർക്ക് ലഭിച്ചിട്ടുള്ള 1 കോടി ചില്ലറ പൈസ, ആ 1 കോടി ചില്ലറ പൈസ മാസപ്പടിയാണ് എന്നുള്ളതായിരുന്നു ഇവിടെ തൊട്ടു മുമ്പ് ചർച്ചയിലിരുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ സതീർത്ഥ്യൻ കൂടെയായിട്ടുള്ള ആളുടെ പരാതി. ആ മാസപ്പടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ ദീർഘകാലങ്ങൾ ചർച്ച ചെയ്തു. അപ്പോഴാണ് പിന്നീട് പറയുന്നത് അത് മാസപ്പടിയല്ല, അത് നൽകിയ സേവനത്തിന് ത്രൂ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴി ലഭിച്ചിട്ടുള്ള സുതാര്യമായി സംഭവിച്ചിട്ടുള്ള ഒരു പണമിടപാടാണ്. അപ്പോൾ അതിന് GST അടച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് SGST അടച്ചിട്ടില്ല എന്നിങ്ങനെയായി വാദങ്ങൾ. അങ്ങനെ തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാം എന്നുള്ള തുടർ പ്രഖ്യാപനങ്ങൾ വരുന്നു. പക്ഷെ പിന്നീട് എന്താണ് കണ്ടത്? GST അടച്ചതിന്റെ രേഖ വരുന്നു, സ്റ്റേറ്റ് GST അടച്ചതിന്റെ രേഖ വരുന്നു, ബാങ്ക് ട്രാൻസാക്ഷൻ ആയി മാറുന്നു, മാസപ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, സ്റ്റേറ്റ് GST ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, GSTയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. മാപ്പ് പറയുമെന്ന പറഞ്ഞ ആള് സ്വാഭാവികമായി എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീരപരിവേഷത്തോടു കൂടെ നടക്കുന്നു. രണ്ടാമത് എന്താണ്? ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ പ്രകാരം നമ്മുടെ മുമ്പിൽ സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ്. കൂടെ ചർച്ച ചെയ്യേണ്ടത് എത്രയാണ്? 226 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, അതായത് ഏർപ്പാടുകൾ ഇതേ കമ്പനി നടത്തിയിരിക്കുന്നു. 226 കോടി രൂപയുടെ ഏർപ്പാട് നടത്തിയതിന് ട്രാൻസാക്ഷൻ രേഖയുണ്ടോ? ഇല്ല. ഡോക്യുമെന്റ് ഉണ്ടോ? ഇല്ല. SGST ഉണ്ടോ? ഇല്ല. IGST ഉണ്ടോ? ഇല്ല. GST ഉണ്ടോ? ഇല്ല. ഈ 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് ആരൊക്കെയാണ്? അതിനകത്ത് 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് KK ഉണ്ട്, OC ഉണ്ട്, IK ഉണ്ട്, RC ഉണ്ട്. ഇതാരൊക്കെയാണ്? പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ഏതെങ്കിലും അക്ഷരമാല ക്രമത്തിൽ അക്ഷരങ്ങൾ പറഞ്ഞ് കളിച്ചതല്ല. KK എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, OC എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്, IK എന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞാണ്. അപ്പൊ ഈ മാന്യന്മാരൊക്കെ പൈസ വാങ്ങിച്ചെന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു. ചോദിച്ചപ്പോ കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നു അതിന്റെ രസീത് ഞങ്ങളുടെ KPCC ഓഫീസിൽ ഇരിപ്പുണ്ട്. PV പിണറായി വിജയനാണോ അല്ലയോ എന്ന ചോദ്യം വന്നപ്പോൾ അന്തസ്സോടുകൂടെ അദ്ദേഹം വിശദീകരിച്ചു, ആ പണം പറ്റുന്ന ഏർപ്പാട് പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷത്തിനും ഇല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്ക്. നിങ്ങൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ ജയിക്കിന് ഞാൻ അതിന്റെ കോപ്പി തരാം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പേജ് നമ്പർ 51 അവരുടെ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ്. അങ്ങനെയൊന്നും PV ഞങ്ങളല്ലാതൊന്നും പറയരുത്. PV ആരാണെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, പിന്നെന്താ? ഞാൻ പറയുന്നു, അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചതല്ലോ. നിങ്ങൾ 3 ആളുകളും ഇവിടെ വന്നിരുന്ന് പട്ടം കൂടിയിരുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ വിരസതയുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഇടപെടുന്നത്. കാരണം ഒരേ കാര്യങ്ങൾ എത്രയാണെങ്കിലും ഒരേ കാര്യങ്ങൾ തിരിച്ചു മറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ജയിക്കിന്റെ ഭാഗം പറഞ്ഞിട്ട് ശ്രീ ഷോൺ, താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ അവസരം തരാം. ജയിക്കിന്റെ ഭാഗം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വിയോജിക്കാം, നിങ്ങളുടെ ഭാഗങ്ങൾ പറയാം. ജയിക്ക് മുഴുമിപ്പിച്ച ശേഷം പറയൂ. ക്ഷമിക്കുക. പ്രേക്ഷകരുടെ വിരസതയുടെ അട്ടിപ്പേർ അവകാശം പരാതിക്കാരനെ ഏറ്റെടുക്കേണ്ടതില്ല. അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഞാൻ പ്രേക്ഷകരെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന പരാതിയെല്ലാം ഉടായിപ്പാണ്, കാൽക്കാസിന് നിൽക്കാത്തതാണ്. നിങ്ങൾ ഈ പരാതിയുമായിട്ട് മേലാരൊരു ചാനൽ 4ലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞാലോ? അതാ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാലോ?
അപ്പൊ എന്തായിരിക്കും അങ്ങയുടെ പ്രതികരണം? അതുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായത്തിന്റെ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇത് കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. അത് പ്രേക്ഷകർ തന്നെ മാധ്യമപ്രവർത്തനായ ഗോപികൃഷ്ണനും എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ അഭിപ്രായം അങ്ങെടുത്തിട്ട് എന്റെ പേര് പ്രയോഗിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പ്രയോഗിക്കുന്ന വഴങ്ങി തരാനും എനിക്ക് സൗകര്യമില്ല. അപ്പൊ ഞാനിവിടെ വിശദീകരിച്ചത് എന്താണ്? ഈ പറയുന്ന ആളുകൾ ഒരു രേഖയും ഇല്ലാതെ, ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ, ഒരു GSTയും ഇല്ലാതെ, ഒരു SGSTയും ഇല്ലാതെ, ഒരു IGSTയും ഇല്ലാതെ കേരളത്തിൽ BJPയുടെ ജന്മഭൂമി ദിനപത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ 16 കോടി, കേരളത്തിലെ ആരാധനാലയങ്ങൾ, അതേപോലെ തന്നെ മറ്റ് നേതാക്കന്മാർ എത്ര 171 കോടി, ആകെ 226 കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നു. അതിനെ അങ്ങ് സൂചിപ്പിച്ച ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു രേഖയും ടാക്സും ഡോക്യുമെന്റും ട്രാൻസാക്ഷനും ഇല്ലാത്ത 226 രൂപയുടെ കള്ളപ്പണ ഇടപാട്, കോൺഗ്രസ് പ്രതിനിധിയുടെ വാക്ക് ഞാൻ കടമെടുക്കുക, ആ കള്ളപ്പണ ഇടപാട് 70% സാധൂകരിച്ച് കൊടുത്തിരിക്കുന്നു. അതിൽ ഇളവ് കൊടുത്തിരിക്കുന്നു. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി SGSTയും GSTയും അടച്ച് സേവനത്തിന് ഭാഗമായി ലഭിച്ച 1 കോടി ചില്ലറ ലക്ഷത്തിന്റെ പേരിൽ ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നു. അവിടെയാണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് BJP കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിന്റെ ദാസ്യപ്പണി ചെയ്യുന്നവന്മാരല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. അവിടെയാണ്. കാരണം എന്താ? ഇവർക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി ഇതിനെക്കുറിച്ച് മറുപടി എന്താണ്? അതിന്റെ ഓഫീസ്, അതിന്റെ രസീത്, ജുഡീഷ്യൽ ബോഡി എത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ്. NIA, ED, CBI ഇതൊക്കെ ഇത്തരത്തിൽ വന്നതല്ലേ? ഇവരുടെയൊക്കെ കോടതികൾ വിസ്തരിച്ചതല്ലേ? CBI ഇതേപോലെ മൊഴിമുത്തുകൾ BJP ദാസ്യവേല നടത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് അപ്പക്കഷ്ണം താഴേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ കിട്ടിയതല്ലേ? അപ്പൊ ജുഡീഷ്യൽ ബോഡി ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ജേക്ക് പറഞ്ഞത് GST എല്ലാം അടച്ചു നിയമപരമായി നടപ്പാക്കപ്പെട്ട ഇടപാടുകൾ സംബന്ധിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബംഗളൂരു ROC നേരത്തെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ്, അവർ ഒരു ആർബിട്രറി ബോഡിയാണ്, നമുക്കറിയാം. ഈ ആദായ നികുതിയായി 42,38,038 രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ട് എന്ന ROCയുടെ കണ്ടെത്തലിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വന്ന 55 ലക്ഷം രൂപ എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന ചോദ്യത്തിന് എന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? കമ്പനി ആക്ടിന്റെ നഗ്നമായ ലംഘനം ഈ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലെ പരാമർശവും ഇതിൽ വീണ വിജയൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിർദ്ദേശത്തെയും കുറിച്ച് എന്താണ് ജേക്കിന് പറയാനുള്ളത്? ഇതൊക്കെ BJPക്ക് വേണ്ടി ചെയ്യുന്ന ഏജൻസികൾ എന്ന നിലയിൽ മാത്രം പറഞ്ഞ് ഇത്തരം നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ കഴിയുമോ? അതിലേക്ക് തന്നെ വരാം. ROC ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ സംബന്ധിച്ചാണ് തൊട്ടുമുമ്പ് വിശദീകരിച്ചത്. 226 കോടി രൂപയുടെ കള്ളപ്പണം ജന്മഭൂമി മുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വരെ വാങ്ങിച്ചു. അതിന് 70% ഇളവ്. അതോടൊപ്പം എന്ത് കൊടുത്തിരിക്കുന്നു? ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ പ്രൊസീഡിംഗ്സ്, പിന്നെന്താണ്, മറ്റ് ടാക്സേഷൻ ഇമ്പോസിഷൻസ് ഉണ്ടാവില്ല. ഇതാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. ട്രാൻസാക്ഷൻ വഴി വാങ്ങിച്ച തുകയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രയാസവും ഉത്കണ്ഠയും. പിന്നെ രണ്ടാമത് ROCയെ സംബന്ധിച്ച് അങ്ങ് ഇപ്പൊ 44 ലക്ഷത്തിന്റെ തുകയും പിന്നെ 50 ലക്ഷം അക്കൗണ്ടിൽ വന്നതിനെ തുടർന്ന് കൊടുത്ത സർവീസും ഒക്കെ സൂചിപ്പിച്ചല്ലോ. അതിനെ ഏറ്റവും ആദ്യം അങ്ങ് കോട്ട് ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം CMRന് മേലുണ്ടെന്ന്. ഞാൻ തിരികെ ചോദിച്ചല്ലോ, ആ പരോക്ഷ നിയന്ത്രണത്തിന്റെ ഇന്ത്യൻ അനുഭവം എന്താണ്? കേരളത്തിൽ KSADCക്ക് 44 സ്ഥാപനങ്ങളോ മറ്റോ നിക്ഷേപമുണ്ട്. ഈ 44 ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ലല്ലോ ജേക്ക് ഇപ്പോഴും മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സ്പെസിഫിക് കാര്യങ്ങൾക്ക് ജേക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ സംഭവങ്ങളിൽ ഇപ്പോൾ ROCയുടെ ഈ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു വീണയെ കേട്ടിട്ടില്ല, ഒരു ഭാഗം കേൾക്കാതെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളാണിത്. ROCയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല. എക്സാലോജിക്കിനെ കേട്ടിട്ടുണ്ട്, വീണ വിജയനെ കേട്ടിട്ടുണ്ട്, ശരിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തേ ഹാജരാക്കാൻ കഴിയാത്തത്? താങ്കൾ പറഞ്ഞു GST അടച്ചില്ല എന്ന ആക്ഷേപങ്ങളായിരുന്നു കേരളത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ കൊടുത്തപ്പോൾ ആ ചർച്ച അവസാനിച്ചു. ഇല്ല, ആദായ നികുതി ഇനത്തിൽ കൊടുക്കാനുള്ള തുകയും അതിൻ്റെ പലിശയും കൊടുക്കാത്തതിൻ്റെ രേഖകൾ, അതായത് ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ കമ്പനി ആക്ട് ലംഘിച്ചതിൻ്റെ പേരിൽ പിഴയൊടുക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. സാക്ഷ്യപത്രങ്ങളിൽ പറഞ്ഞത്, സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് നുണയാണ് എന്ന ROCയുടെ കണ്ടെത്തലുകളുണ്ട്. ഇതിനെല്ലാം എന്താണ് വിശദീകരണം? നേരത്തെ പറഞ്ഞു ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അത് പറയാൻ പറ്റില്ലല്ലോ, എല്ലാ ഭാഗവും കേട്ടിട്ടാണല്ലോ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ വിഷയത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ആരോപിച്ചാലും ROC റിപ്പോർട്ടിന്റെ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ അങ്ങ് തന്നെയല്ലേ എന്താണ് ജയ്
എന്റെ അവസരമാണെന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഒരു മിനിറ്റ് ജയ്ക്ക്, ഒറ്റ സെക്കൻഡ്. ഷോൺ, അല്ല, ചോദ്യം എന്നോടായിരുന്നല്ലോ. അല്ല, ഒറ്റ സെക്കൻഡ് ജയ്ക്ക്. ഷോൺ എന്താണ് പറഞ്ഞത്? അല്ല, ഇവിടെ ROCയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതം, അവിടെ ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ വന്നപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ വാലാട്ടി പട്ടികൾ. ഇപ്പോൾ ഇനി ആരുടെ ഉത്തരവ് വന്നാലും, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നാലും ഇവർ ഇത് തന്നെ പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഏതൊക്കെ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആരോപണങ്ങൾ എന്ത് തന്നെ വന്നാലും ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഈ വിഷയത്തിൽ കൃത്യമായി ഇവിടെ നടന്നിട്ടുള്ള, ഇപ്പോൾ എനിക്ക് പറഞ്ഞു അവിടെ ഇൻട്രീം സെറ്റിൽമെൻറ്റിനോട് വിധി അനുസരിച്ച് ഇതിന്മേൽ വേറെ ലിറ്റിഗേഷൻസ് പറ്റില്ല, അല്ലെങ്കിൽ മറ്റ് ഇത് സെറ്റിൽമെൻ്റാണ് ചെയ്തിട്ടുള്ളത്, അത് സിവിളാണ്. ഇവിടെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട്, ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്. അതിനെതിരെ FIR നിർബന്ധമായും ഉണ്ടാകും. അതുവരെ എൻ്റെ നിയമ പോരാട്ടം ഞാൻ തുടരും. എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉത്തമ വിശ്വാസമുണ്ട്. ഈ വിഷയത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ തട്ടിപ്പിൽ, ഇവിടെ നടന്നിട്ടുള്ള ഈ കൊള്ളയിൽ, ഇവിടെ നടന്നിട്ടുള്ള ഈ കൈക്കൂലിയിൽ ഒരു FIR-ൽ ഈ വിഷയം ഒരു FIR-ൽ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അന്ന് ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും.